നമസ്കാരം. സഞ്ചാരികളുടെ സ്വപ്നതീരമായ ലക്ഷദ്വീപിലേക്ക് സ്വാഗതം. ആകാശത്തിൻ്റെ അനന്ത നീലിമയിലേക്ക് നീലത്തിളക്കവുമായി പരന്നു കിടക്കുന്ന കടൽ. സമുദ്രത്തിനു നടുവിൽ 36 ദ്വീപ സമൂഹങ്ങൾ. 10 ദ്വീപുകളിൽ മാത്രമേ മനുഷ്യവാസമുള്ളൂ. മുഖ്യ ദ്വീപായ അഗത്തിയിൽ മാത്രമാണ് വിമാനത്താവളവും തുറമുഖവും ഉള്ളത്. വളരെ ചെറിയ വിമാനത്താവളവും ചെറിയ തുറമുഖവുമാണ്. വിമാനത്താവളത്തിൽ ചെറുവിമാനം ഇറങ്ങുന്ന ആകാശക്കാഴ്ചയാണ് നാം കാണുന്നത്. ഒരേ സമയം ഒറ്റ വിമാനത്തിനു മാത്രമേ ഇറങ്ങാനോ പോകാനോ സാധിക്കൂ. അത്രയും ചെറിയ വിമാനത്താവളം. വിമാനത്താവളത്തിലെ അറൈവൽ ഡിപ്പാർച്ചർ മേഖലകളും വളരെ ചെറുതാണ്. കൊച്ചിയിൽ നിന്ന് 400ഓളം കിലോമീറ്റർ അകലെയുള്ള ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമാണ്. ലക്ഷദ്വീപ് ഭരണകൂടത്തിൻ്റെ പ്രവേശനാനുമതി, അതായത് പെർമിറ്റ് ലഭിച്ചവർക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനം. ലക്ഷദ്വീപിലെ നാമമാത്ര സൗകര്യങ്ങളുള്ള തുറമുഖത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ കപ്പലുകൾക്ക് ഇവിടെ നങ്കൂരമിടാൻ സൗകര്യമില്ല. ചെറിയ കപ്പലുകളിൽ യാത്രക്കാർ എത്താറുണ്ട്. ഇമിഗ്രേഷൻ കേന്ദ്രവും ഇതിനോടനുബന്ധിച്ചുണ്ട്. ലക്ഷദ്വീപിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മെറ്റലും കല്ലുമെല്ലാം കേരളത്തിൽ നിന്ന് ഇത്തരം ബോട്ടുകളിലാണ് കൊണ്ടുവരുന്നത്. ലക്ഷദ്വീപ് ദ്വീപ സമൂഹങ്ങൾക്ക് മൊത്തം 32 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമേ ഉള്ളൂ. മുഖ്യ ദ്വീപായ അഗത്തിയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് വെറും 8 കിലോമീറ്റർ മാത്രം. വാഹനത്തിൽ അഗത്തി മുഴുവൻ ചുറ്റിക്കറങ്ങാൻ 40 മിനിറ്റ് മതി. 10 പഞ്ചായത്തുകളുള്ള ലക്ഷദ്വീപ് ജില്ലയുടെ ആസ്ഥാനം കവരത്തിയാണ്. ടൂറിസവും മത്സ്യബന്ധനവുമാണ് മുഖ്യ തൊഴിൽ. ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. 10 ദ്വീപ സമൂഹങ്ങളിലായി 65,000 ജനങ്ങളുണ്ട്. അഗത്തിയിൽ തന്നെ 8,000-ഓളം പേരാണുള്ളത്. നാട്ടിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ക്രിമിനൽ കേസുകളിൽ പ്രതിയല്ലെന്ന് തെളിയിക്കുന്ന രേഖ സമർപ്പിച്ച് അപേക്ഷിച്ചാലേ ഇവിടേക്ക് പ്രവേശിക്കാനുള്ള പെർമിറ്റ് ലഭിക്കൂ. കെട്ടിടങ്ങൾക്ക് 2 നിലകൾ മാത്രമാണുള്ളത്. വലിയ ഹോട്ടൽ സമുച്ചയങ്ങളൊന്നുമില്ല. സഞ്ചാരികൾക്ക് താമസിക്കാൻ റിസോർട്ടുകളും ഹോം സ്റ്റേകളുമുണ്ട്. ആധുനിക സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഭക്ഷണമടക്കമാണ് പാക്കേജ്. കേരളത്തിലേതിനു സമാനമായ കാലാവസ്ഥ തന്നെയാണ്. തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്നു. വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ എയർപോർട്ടിനടുത്ത് തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു പ്ലാന്റ് ഇവിടെയുണ്ട്. തെളിമയുള്ള ഇളം നീല നിറമുള്ള ബീച്ചാണ് ലക്ഷദ്വീപിൻ്റെ മുഖ്യ ആകർഷണം. സമുദ്ര വിനോദങ്ങളായ സ്നോർക്കലിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒരു അനുഭവം തന്നെയാണ്. അതേക്കുറിച്ച് അടുത്ത ദിവസം കാണാം.
വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് ബോട്ടുകളാണിവ. വിമാനമാർഗം ഉച്ചയോടെ അഗത്തിയിൽ എത്തിയാൽ വൈകുന്നേരം 4:30യോടെയാണ് ദ്വീപിലെ സന്ദർശന പരിപാടികൾ ആരംഭിക്കുക. ഇത് ലഗൂൺ ബീച്ചിലെ കാഴ്ചകളാണ്. ലഹരിക്കെതിരെ പ്രചാരണം നടത്തുന്ന യുവാക്കളുടെ റാലിയാണിത്. അഗാത്തി ദ്വീപിലെ മറ്റൊരു കാഴ്ചയാണ് ഗോൾഡൻ ജൂബിലി മ്യൂസിയം. സൂര്യാസ്തമയം ആസ്വദിക്കാൻ അന്താൻ ബീച്ചിലേക്ക് പോകുകയാണ്.
ലക്ഷദ്വീപിൽ ഞങ്ങളുടെ വാഹനത്തിൻ്റെ സാരഥിയായ നിസാമാണ്. അഗാത്തിയിലെ വെസ്റ്റേൺ ജെട്ടിക്ക് അടുത്തുള്ള ഓഷ്യൻ ഒയാസിസ് എന്ന റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. നല്ല സൗകര്യമുള്ള മുറികൾ, നല്ല ഭക്ഷണം. ബീച്ചിന് അഭിമുഖമായ റിസോർട്ടുകളിൽ അല്പം നിരക്ക് കൂടുതലാണ്. ഇളനീര് നൽകിക്കൊണ്ടാണ് അതിഥികളെ സ്വീകരിക്കുന്നത്. ലക്ഷദ്വീപിൽ മദ്യനിരോധനമില്ല. മദ്യം ബംഗാരം ദ്വീപിൽ മാത്രമേ ലഭിക്കൂ. നീര എന്ന പേരിൽ ലഹരിയില്ലാത്ത കള്ള് ലഭിക്കും. രുചിയേറിയ മത്സ്യ വിഭവങ്ങളാണ് ലക്ഷദ്വീപിലെ ഭക്ഷണത്തിൻ്റെ സവിശേഷത. ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റും എല്ലാം ലഭിക്കും. മീൻ വറുത്തതും കേമമാണ്. വളരെ ഫ്രഷായ മത്സ്യമാണ് തീന്മേശയിലെത്തുന്നത്. ജനസംഖ്യയിൽ ബഹുഭൂരിഭാഗവും മുസ്ലിം സമുദായാംഗങ്ങളാണെങ്കിലും അതിഥികൾക്ക് ഭക്ഷണ പാനീയങ്ങൾ നൽകി ഊട്ടുന്നതിൽ മിടുക്കരാണ് ലക്ഷദ്വീപിലെ നിവാസികൾ. റിസോർട്ടിൽ കുളിക്കാനും മറ്റും ശുദ്ധീകരിച്ച വെള്ളം കിട്ടും. കുടിക്കാൻ മിനറൽ വാട്ടറും ലഭ്യമാണ്. ലക്ഷദ്വീപ് ഭരണകൂടം ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഭീമമായ നിരക്കാണ് വൈദ്യുതിക്ക്. രാത്രി റിസോർട്ടിനും ബീച്ചിനുമെല്ലാം ഒരു പ്രത്യേക വൈബാണ്. ദീപാലങ്കൃതമായ റിസോർട്ടിലിരുന്ന് കടൽ കാഴ്ചകൾ കണ്ട് ഭക്ഷണം. രാത്രി വെസ്റ്റേൺ ജെട്ടിയിൽ നങ്കൂരമിട്ടിരിക്കുന്ന ചെറു ബോട്ടുകളെ കാണാം. ചൂണ്ടയിടുന്നവരുമുണ്ട്. പച്ച നിറമുള്ള സമുദ്രജലത്തിൽ മത്സ്യങ്ങൾ പുളച്ച് തിളച്ച് നടക്കുന്നതും കാണാം. ഇതാ എനിക്കും കിട്ടി 1-2 മത്സ്യങ്ങൾ. ചൂണ്ടയിൽ മത്സ്യങ്ങളെ പിടിക്കാനുള്ള ഇരയെ ചേർക്കുന്നത് ഇങ്ങനെയാണ്. മത്സ്യങ്ങൾ മാത്രമല്ല, ധാരാളം ഞണ്ടുകളും ഈ പ്രദേശത്തുണ്ട്. മലപ്പുറത്തെ വൈറ്റ് വീനസ് ഹോളിഡേയ്സ് എന്ന ഗ്രൂപ്പ് വഴിയാണ് ഞങ്ങൾ ലക്ഷദ്വീപിലെത്തിയത്.